രാമക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ആലോചിക്കണം, 80% മുകളിൽ വരുന്ന ഹിന്ദുക്കൾ ഇന്ന് ഭാരതത്തിലുണ്ട്. അവരുടെ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രതീകമാണ് രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയാം. ആ രാമക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി വന്നതും എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ രാമക്ഷേത്രം എന്ന് പറയുന്ന വലിയ വികാരം, കാരണം കോടതി വിധിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത്. ആ കോടതി വിധി നടപ്പിലാക്കിയാലും നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളൂ. കോടതി വിധിച്ചത് അവിടെ ഒരു ക്ഷേത്രം വരണമെന്നാണ് ആയിരുന്നല്ലോ. ആ കോടതി വിധിച്ച പ്രകാരം മുസ്ലിം കമ്മ്യൂണിറ്റിയും എഗ്രി ചെയ്തു, ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പള്ളി പണിഞ്ഞോളാം, ഇവിടെ രാമക്ഷേത്രം വരണം. ആ രാമക്ഷേത്രം പണിഞ്ഞു എന്നല്ലാതെ വേറെ എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം? കോടതി വിധി നടപ്പിലാക്കി എന്നല്ലാതെ എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം? സർക്കാരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്, പ്രധാനമന്ത്രിയുടെ ഇനിഷ്യേറ്റീവ് അല്ലല്ലോ. അതൊക്കെ മതാചാര്യമാർക്ക് വിട്ടുകൊടുത്താൽ പോരെ? മതാചാര്യമാരാണല്ലോ ചെയ്തത്, സർക്കാർ അല്ലല്ലോ അതിനകത്ത് പണിഞ്ഞത്. ഇപ്പം രാമക്ഷേത്ര ഒരു ട്രസ്റ്റാണ്, രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റാണ് ആ ക്ഷേത്രം പണിഞ്ഞത്. അതിന്റെ ₹1 പോലും സർക്കാർ എന്നുള്ള കോൺട്രിബ്യൂഷൻ ഇല്ല. എല്ലാം ഇവിടെ NSSന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഇവിടുത്തെ ഓരോ സാധാരണക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പൈസ കൊണ്ടാണ് ആ ക്ഷേത്രം അവിടെ വന്നിരിക്കുന്നത്.